ഹലോ ഗൈസ്, എങ്ങോട്ട് പോവാന്നറിയോ? ഇതാ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം വേറെ എങ്ങോട്ടുമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഡേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ആഗസ്റ്റ് 26-നായിരുന്നു, ഈ പ്രാവശ്യം സെപ്റ്റംബർ 14-നാണ്. എന്താണെന്നല്ലേ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ഗൈസ്. ഞാൻ ഗുരുവായൂർക്ക് പോവാണ്. ഓർമ്മയുണ്ടോ 2024 ആ ദിവസം? അതെ, അങ്ങോട്ട് തന്നെ. അപ്പം കണ്ടില്ലേ ട്രെയിൻ പോണത്. അപ്പം ഗുരുവായൂർ അമ്പലനടയിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ? ഇന്ന് ജന്മാഷ്ടമിയാണ്, ശ്രീകൃഷ്ണ ജയന്തി. അപ്പം ഇനി ബാക്കിയൊക്കെ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പം എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. അതായത് ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നും ഈ സെപ്റ്റംബർ 14-നും അത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്നെ മൊത്തത്തിലൊന്ന് നോക്കേ, അതേ ഡ്രസ്സ്, അതാണ് പ്രത്യേകത. കഴിഞ്ഞ കൊല്ലവും ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ട്രെയിൻ വന്നിനു. ഇതാ അങ്ങകലേ നിന്ന് ട്രാക്ക് മാറി ട്രാക്ക് 1-ലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വരുന്നുണ്ട് മക്കളെ, കണ്ട അതാണ് എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. അവൻ്റെ വരവ് കണ്ട, ജാതി വരവാണ്. ട്രാക്ക് 3-ലാണ് വന്നുകൊണ്ടിരുന്നത്, അപ്പോൾ ട്രാക്ക് 1-ലേക്ക് മാറും. കണ്ട അതാണ് 1.5 ജാതി വരവാണ് കേട്ടോ. അപ്പം ഞാൻ പോയി കയറട്ടെ. ഫ്രണ്ട് പോട്ടെ. ബാക്കിലാണ് ഞാൻ കയറുന്നത്. പൊട്ടെ തള്ളി കൊടുക്കണോ? വല്ലാത്ത ജാതി സ്ലോയിലാണ് പോണത്. അപ്പോൾ ബാക്ക് എത്താറായി, ഞാൻ പോയിട്ട് കയറാൻ നോക്കട്ടെ. അപ്പം ഗുരുവായൂരപ്പൻ്റെ പക്കപ്പിറന്നാളായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി. രാവിലെ വന്നതാണ്. അപ്പോൾ പിറന്നാൾ സദ്യയൊക്കെ ഉണ്ട്. അടിപൊളി സദ്യ ആയിരുന്നു. വഴിയിൽ പോസ്റ്റാണ് കേട്ടോ. അന്യായ തിരക്കാണ്.
അപ്പോൾ സദ്യ കൊണ്ടു അടിപൊളി സദ്യയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മോര് കറി അടിപൊളി, വയറ് നിറച്ചുണ്ടു, വയറ് നിറച്ച് തന്നു. പായസം അതുപോലെ തന്നെ വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. അടിപൊളി സദ്യയായിരുന്നു. അപ്പം നമുക്ക് സദ്യ ഉണ്ണാൻ പറ്റി, അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. കാരണം ഒത്തിരി പേര് ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂർ വരുന്നത്. അതും പോരാഞ്ഞ് ആ ഗുരുവായൂരപ്പൻ്റെ പക്കപ്പിറന്നാൾ സദ്യ കഴിക്കുക എന്നത് വളരെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്ന് സാധിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഗുരുവായൂരപ്പൻ ഇന്ന് നേർച്ചയൊക്കെ കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ട്. ഇനി ഒരു 3:30-4 മണിയോടുകൂടി ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.